ഏവർക്കും ഗൈഡൻസ് അക്കാഡമിയിലെ PSC ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 1-2 സെക്ഷനുകളിൽ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒരു 50ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തു. അതിനുശേഷം കുറച്ച് വൊക്കാബുലറിയും കുറച്ച് ടിപ്സൊക്കെയാണ് ചർച്ച ചെയ്തത്. നമ്മളിത് മൂന്നാമതൊരു സെക്ഷൻ, അതായത് നമുക്ക് തൽക്കാലത്തെ ക്ലാസ്സിലൊന്നും വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ പലരെയും ബുദ്ധിമുട്ടിക്കുന്നത് ഇംഗ്ലീഷ് ആയതുകൊണ്ടും ഇംഗ്ലീഷിനെ പറ്റി വളരെ ആഴത്തിലുള്ളൊരു പഠനം, പെട്ടെന്ന് ഓടിച്ചു പോകുന്നതിനോ പെട്ടെന്ന് ഓടിച്ചു മറിയുന്നതിനപ്പുറം നമ്മൾ അതിൻ്റെ ബേസിക് തൊട്ട് ഇംഗ്ലീഷ് ഏകദേശം 5 സെക്ഷനുകളായിട്ട് ഒരു സെക്ഷനിൽ മിനിമം 20 ക്ലാസ്സെങ്കിലും കിട്ടുകയും അത് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും അങ്ങനെ കുറച്ച് മാസങ്ങൾ കൊണ്ട് നമുക്കിതൊരു ഫുൾ കോഴ്സായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞങ്ങൾ ഈ ക്ലാസ്സുകളെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം നമ്മുടെ ക്ലാസ്സുകളിൽ എല്ലാവരും ഈ ക്ലാസ്സുകളിൽ ഭാഗമാക്കാവുകയും വർക്ക് ചെയ്യുകയും എല്ലാ ക്ലാസ്സുകളും വൃത്തിയായിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതന്നപ്പോൾ വാട്സപ്പിലൂടെയൊക്കെ ചോദിക്കാനുള്ള അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിൽ തന്നെ ഈ കോഴ്സ് കഴിയുന്നത് വരെ നമുക്ക് 2 മാസത്തിനുള്ളിലെങ്കിലും ഈ കോഴ്സ് നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി പഠിച്ച് തീർക്കണം. പിന്നെ പുതുതായിട്ട് നമ്മൾ കുറച്ച് സംവിധാനങ്ങൾ ഒക്കെ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും സബ്സമാഷനൊക്കെ അവരോടൊപ്പം സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു 20 മാർക്ക് നമുക്ക് യൂസേജ് ടിപ്സ് വൊക്കാബുലറി ഗ്രാമറിൽ നിന്ന് കിട്ടണം. ആ അർത്ഥത്തിൽ തന്നെ ഇനി അധികം സമയം കളയുന്നില്ല, ക്ലാസ്സിലോട്ട് കടക്കാം. ആ അർത്ഥത്തിൽ തന്നെ എല്ലാവരും വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? സാധാരണ ഇംഗ്ലീഷ് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? പാർട്സ് ഓഫ് സ്പീച്ച് തൊട്ട് തുടങ്ങണം അല്ലേ? അപ്പോൾ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് തൊട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള ഓക്സിലറി വെർബ് തൊട്ട് തന്നെ തുടങ്ങാൻ പോവുകയാണ് അല്ലേ? പല എക്സാമിനുകളിലും പലപ്പോഴും നമ്മളൊക്കെ നിസ്സാര അശ്രദ്ധ കൊണ്ട് നമ്മൾ കുറച്ച് മാർക്ക് കളയുന്ന ഏരിയയാണ് ഓക്സിലറി വെർബ്. ഓക്കെ, ഓക്സിലറി വെർബ് നമുക്കറിയാം ഒരു 24 എണ്ണം ഉണ്ട്. എത്രണ്ണം? 24 എണ്ണം. അപ്പോൾ എന്താണ് ഓക്സിലറി വെർബ്? ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ വെർബിനോട് ചേർന്ന് വരുന്ന അല്ലെ വെർബിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചില വാക്കുകളുണ്ടല്ലോ, ഈസ, മാർ, വാസ്, വെയർ, വില്ല്, അതിലോട്ടൊക്കെ വരാം. അപ്പോൾ അതിനാണ് ഓക്സിലറി വെർബ്. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട് ഓക്സിലറി വെർബ്? 24 ഉണ്ട്. നമ്മുടെ PSC എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വീണ്ടും അവന്മാരെ ഒന്ന് കൈകാര്യം ചെയ്യാൻ പോവാം. എങ്ങനെയാണ് അവന്മാരെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? പ്രൈമറി ഓക്സിലറി വെർബായിട്ട് ഒരു 11 ചേട്ടന്മാരെ. ആരാ? 11 എണ്ണം. പിന്നെ ഒരു 13 എണ്ണം മൊഡാൽ ഓക്സിലറിയാണ്. ആരാ? മൊഡാൽ ഓക്സിലറിയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ പ്രൈമറിയെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം നമ്മുടെ മൊഡാലിലോട്ടൊക്കെ പോകാം. പ്രൈമറി ആരൊക്കെയാണോ അത്? നമുക്കതിന് ഇങ്ങനെ പറയാം. ഒന്ന് ബി ഫാമിലി. ആരൊക്കെയാണോ ബി ഫാമിലി ഉള്ളത്? നിങ്ങൾക്കൊക്കെ അറിയാം ആരൊക്കെയാ? ഈസ്, ആം, ആറ്, വാസ്, വെയർ. ഇവന്മാരാരാ? ഇവന്മാരാണ് നമ്മുടെ ബി ഫാമിലി. രണ്ടാമതായിട്ട് നമ്മുടെ ഡു ഫാമിലി. ആരാപ്പം ഈ ഡു ഫാമിലി എന്ന് പറഞ്ഞാൽ? ഡൂവ്, ഡസ്, ഡിഡ്. ഇവന്മാരാണ് ആര്? ഡു ഫാമിലി. ഇനി നമുക്കൊരു ഫാമിലിയും കൂടെ ഉണ്ട്. ആ ഫാമിലിയുടെ പേരാണ് ഹാവ് ഫാമിലി. ആരാ? ഹാവ് ഫാമിലി. ഹാവ് ഫാമിലിക്കകത്ത് വരുന്ന ഐറ്റങ്ങളാണ് ഇത്. ഹാസ്, ഹാവ്, ഹാഡ്. എന്ത് മനസ്സിലായി? നമ്മൾ ആദ്യമേ ഒരു 3, 6, 5, 11 പ്രൈമറി ഓക്സിലറി വെർബ്. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പ്രൈമറി ഓക്സിലറിയെ നമ്മൾ ഹെൽപ്പിംഗ് വെർബായിട്ടും ഉപയോഗിക്കും, മെയിൻ വെർബായിട്ടും ഉപയോഗിക്കും. മനസ്സിലാൻ കരുതിയേക്കോ. എങ്ങനത്തൊക്കെയാന്ന് പറഞ്ഞ്
ഈ പ്രൈമറി ഓക്സിലറി ഈ 3 ഫാമിലിയെ നമ്മൾ എന്തൊക്കെയായിട്ടാണ് ഉപയോഗിക്കുന്നത്? ഹെൽപ്പിംഗ് വെർബ്. ഞാൻ അതിലോട്ടൊക്കെ വരാം. നിങ്ങൾ ചില ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിക്കും, ഇതെന്തിനാ ഇത്രയും ഞങ്ങൾക്ക് ഇതറിയാവുന്ന കാര്യം ഇങ്ങനെ പറയുന്നതെന്ന്. നമ്മുടെ ഗൈഡൻസിൽ ഒരാൾക്ക് പോലും ഇനി ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പാടില്ല. അപ്പോൾ അറിയാവുന്ന ആൾക്കാർ അല്പം ക്ഷമിച്ചേക്കുക. നമ്മൾ അതുപോലെ അടിത്തറ തൊട്ടാണ് തുടങ്ങുന്നത്. നിങ്ങൾ തൽക്കാലം ഒന്ന് ക്ഷമിക്കുക. അറിയാവുന്നവരങ്ങ് പെട്ടെന്ന് പോവുക, അല്ലാത്തവർ ഇതുപോലെ പഠിച്ചു വെക്കണം. അങ്ങനെയാണ് പ്രൈമറിയെ നമ്മൾ ഹെൽപ്പിംഗ് ആയിട്ട് ഉപയോഗിക്കും, മെയിൻ വെർബായിട്ട് ഉപയോഗിക്കും. അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ വഴിയെ ഇപ്പം തന്നെ ചർച്ച ചെയ്ത് പഠിച്ചിട്ടേ പോകുന്നുള്ളൂ. എന്തായാലും നമ്മളിത് പഠിച്ചിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ ആരെപ്പറ്റി നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്? മൊഡാൽ അവിടെ നിൽക്കട്ടെ. പ്രൈമറിയെ പറ്റി ഇനി എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇനിയും മനസ്സിലാക്കേണ്ട ആദ്യം നമുക്ക് ഈ ബി ഫാമിലി ഒന്ന് ക്ലിയർ ആക്കാം, അല്ലേ? ഇപ്പോൾ എന്തൊക്കെയാണ് ബി ഫാമിലിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആദ്യമേ നമുക്ക് നമ്മളുടെ ഈസും ആമും ആറും, അവൻ ആരെ ഉപയോഗിച്ചുകൊണ്ടാകും? ഇവന്മാരാർക്ക് വേണ്ടി? ഇവന്മാരാർക്കോടൊപ്പമേ വരത്തുള്ളൂ? അറിയാവുന്നവർ പെട്ടെന്ന് പറഞ്ഞ ഏതാ? പ്രസൻറ്റ് ടെൻസിനോടൊപ്പമേ വരികയുള്ളൂ. ആരോടൊപ്പമാ? പ്രസൻറ്റ് ടെൻസിനോടൊപ്പമേ ആര് വരത്തുള്ളൂ? ഈസാമാറ്. വല്ല സംശയം ഉണ്ടോ അതിൽ? ഇല്ല. അപ്പോൾ വാസും വേറോ ആരോടൊപ്പം വരിക? പാസ്റ്റ് ടെൻസിനോടൊപ്പം. ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ, പക്ഷെ ഒന്നും കൂടെ നമ്മളങ്ങ് പഠിക്കുന്നു. ഇനി ആമിൻ്റെ കാര്യത്തിലാണ് ഒരു പ്രശ്നം. ആമ് പ്രസൻറ്റ് ടെൻസിൽ ഐക്കൊപ്പം മാത്രമേ വരത്തുള്ളൂ. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഇത്രയും പഠിച്ചോ? ഇനി നമ്മളെ സംബന്ധിച്ച് ഇത്രയും കൂടെ പഠിക്കണം. ഈ ഈസും വാസും സിംഗുലർ അഥവാ ഏകവചനമാണ്. ഇതൊക്കെ അറിഞ്ഞാലോ നമുക്കിനി പാസീവ് വോയിസ് പഠിക്കണം, ടെൻസ് പഠിക്കണം, റിപ്പോർട്ടർ സ്പീച്ച് പഠിക്കണം, കോൺകോഡ് പഠിക്കണം. ഇവിടെ പ്രശ്നം വരും. അതുകൊണ്ട് നിങ്ങളിതങ്ങ് പഠിച്ചോണം. പിന്നെ ആ ക്ലാസ് മനസ്സിലായില്ല എന്ന് പറയല്ലേ. കാരണം എന്താണ്? ഈ ഈസിന് ശേഷം ചിലപ്പോൾ വെറു പ്ലസ് ING, വാസിന് ശേഷം വെറു പ്ലസ് ING, ഇനി അതിന് ശേഷം ഒരു V3 വന്നു. എന്തൊക്കെയാണ് ഞാൻ അന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇതറിയാത്തവർക്ക് അവിടെ പ്രശ്നമാകും. അതുകൊണ്ട് കൃത്യമാണല്ലോ അല്ലേ? യെസ്. ഈസും വാസും സിംഗുലർ ആണെങ്കിൽ നമ്മുടെ അടുത്ത 2 പേരുണ്ട്. ആരൊക്കെയാണോ? വെയറും അല്ലെങ്കിൽ ആറും വെയറും ആരായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഐയോടൊപ്പം പ്രസന്റ് ടെൻസിൽ ആമ്. അപ്പം ചില വിദ്വാന്മാർ വിചാരിക്കും ഇനിയിപ്പോൾ പാസ്റ്റ് ആകുമ്പം വേറല്ലേ എന്ന്. അവിടെ നിൽക്കട്ടെ. ഐ പാസ്റ്റ് ആകുമ്പം വേറല്ല, വാസാണെന്ന് ഇപ്പം പഠിച്ചോണം. എങ്ങനെ? ഐ പാസ്റ്റ് ആകുമ്പം വേറല്ല, വാസ്. നമ്മൾ ഈ ഐയോടൊപ്പം വേറെ വരുന്ന കുറച്ച് കണ്ടീഷൻ ചർച്ച ചെയ്യും. സാധാരണ കണ്ടീഷനല്ല, നമ്മൾ ഈഫ് ക്ലോസ് പഠിക്കുമ്പോൾ ചർച്ച ചെയ്യും. ആസ് ഇഫ്, ആസ് ദോ പോലുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ വാസ് അല്ല. ആ ക്ലാസ് എടുക്കുമ്പോൾ തെറ്റിക്കരുത്. സാധാരണ ഒരു സെൻറ്റൻസിൻ്റെ പാസ്റ്റിലാണ് ഈ വാസ് വരിക. പക്ഷെ ഇവിടെ വാസ് വരും സാധാരണ. എന്നാൽ ചില കണ്ടീഷണൽ ക്ലോസ് അതേപോലെ തന്നെ യൂസേജിൽ വരുന്നത് നമ്മൾ വേറൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല. നമ്മൾ ഓക്സിലറി വെർബിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ അകത്ത് പ്രൈമറി ഹെൽപ്പിംഗ് വെർബായിട്ടും വെയിൻ വെർബായിട്ടും നിൽക്കും. അതേപോലെ തന്നെ ബി ഫാമിലിയിൽപ്പെട്ട പ്രധാനപ്പെട്ട സിംഗുലറിനോടൊപ്പം ആരൊക്കെയാണ്, പ്ലൂറലിനോടൊപ്പം ആരൊക്കെയാണ്, ആമിൻ്റെ കാര്യം പറഞ്ഞു, ഐയോടൊപ്പമേ പറ്റത്തുള്ളൂ, പ്രസന്റ് ടെൻസിലായിരിക്കണം എന്നതിന് ശേഷം ഒരു 1-2 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഡു ഫാമിലിയിലോട്ട് പോകാം. അപ്പം നോക്കിയേ. രവി ഡാഷ് പ്ലേയിങ് ഫുട്ബോൾ. എക്സാമിന് പോകുമ്പോൾ വില്ല് ക്യാന് ഈസ് ആറ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? രവി എന്നുള്ളത് ഏകവചനമാണോ ബഹുവചനമാണോ? എല്ലാവർക്കും അറിയാം രവി എന്നുള്ളത് ഏകവചനം. കോൺകോടി നമ്മൾ 10-25 റൂൾ പിന്നീട് ചർച്ച ചെയ്യും.
ഇനി നമുക്ക് ഓക്സിലറി വെർബാണ് വേണ്ടത്. എന്താ വേണ്ടത്? ഓക്സിലറി വെർബ്. നമ്മൾ ആദ്യമേ നിങ്ങളോട് പറയട്ടെ, ഈ നമ്മുടെ ക്ലാസ് 5 അല്ലെങ്കിൽ 6 സെക്ഷൻ, അത് നിങ്ങൾ പിന്നീട് നമ്മൾ പല സെക്ഷനായിട്ട് തീർക്കുമല്ലോ. നമ്മൾ ഈ ഗ്രാമറൊക്കെ പഠിച്ചതിന് ശേഷം ഒരു സെക്ഷനിലോട്ട് പോകും. ഓപ്ഷൻ 4 ഓപ്ഷനെ വെട്ടിപ്പടിക്കുന്ന ഓപ്ഷൻ. ആദ്യമേ ഈ ബേസ് അറിയാതെ പോയാൽ പണിയാവും. എന്നതുപോലെ ഒരു ഐറ്റമാണ് ഈ 4 ഓപ്ഷൻ. എല്ലാ പരീക്ഷയ്ക്കും 4 ഓപ്ഷൻ ഉണ്ടല്ലോ, അത് വെട്ടിപ്പടിക്കുന്ന ഒരു ഓപ്ഷൻ നമ്മൾ അവസാനത്തെ സെക്ഷനിൽ ചർച്ച ചെയ്ത് പഠിക്കും. അപ്പോൾ നമ്മളിവിടെ രവി എന്നുള്ളത് ഏകവചനം വേണ്ട 6 ഇവിടെ വെട്ടിക്കളഞ്ഞു. ഇനിയും വില്ലും ക്യാനും ഈസും ആരോടൊപ്പം ഉപയോഗിക്കാം? രവിയോടൊപ്പം വില്ല് ഉപയോഗിക്കാം, ക്യാനും ഉപയോഗിക്കാം, ഈസ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ വെട്ടിപ്പടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്ത് പഠിക്കണം. ഈ വില്ലെന്ന് പറയുന്ന മൊഡാൽ ഓക്സിലറിയും ക്യാൻ എന്ന് പറയുന്ന മൊഡാൽ ഓക്സിലറിയും കഴിഞ്ഞാൽ V1 വരാൻ പാടുള്ളൂ. ഒന്നും പേടിക്കണ്ട. നമ്മളിതാ നമ്മുടെ മൊഡാൽ ഓക്സിലറിയെ പറ്റി വ്യക്തമായിട്ട് ക്ലാസ് എടുക്കും. ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാനത് വെട്ടിപ്പടിപ്പിച്ചതേ ഉള്ളൂ. എന്തായാലും വിൽ പ്ലേയിങ് ഒന്നും ഒരിക്കലും വരാൻ പറ്റൂല. അത് നിങ്ങൾ ഇപ്പോഴും എഴുതി വെച്ച് പഠിച്ചു വെച്ചോണം. വിൽ ബി പ്ലേയിങ് പിന്നെ വരാം, വിൽ പ്ലേയിങ് വരാൻ പറ്റൂലില്ല, ക്യാൻ പ്ലേയിങ് വരാൻ പറ്റൂല. നമ്മൾ അതിൻ്റെ കുറേ തന്ത്രങ്ങളൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. അതുകൊണ്ട് നമ്മൾ വില്ലും വെട്ടി, ക്യാനും വെട്ടി. ഇനി ആരവശേഷിക്കുന്നു? ഈസ് അവശേഷിപ്പിക്കുന്നു. ഈസ്. ഓക്കെ, ക്ലിയർ ആണോ? എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിലോട്ട് ഒന്നും കൂടെ വരികയാണ്. ഹെൽപ്പിംഗ് വെർബായിട്ടും മെയിൻ വെർബായിട്ടും ആരെ ഉപയോഗിക്കാം? ഈ പ്രൈമറിയെ ഉപയോഗിക്കാം. ഇവിടെ പ്ലേയിങ് എന്നുള്ളതിനെ ഹെൽപ്പ് ചെയ്യാനല്ലേടോ ഈസ് വന്നത്. എന്നാൽ നോക്കിയേ, ഐ ഡാഷ് എ ഡ്രൈവർ, ഐ ഡാഷ് ഡ്രൈവിംഗ് എ കാർ. വരാം, നോക്കിയേ. ഒന്ന് ഈസ്, ആം, ആർ. രണ്ടിൻ്റെ ഓപ്ഷൻ നൺ ഓഫ് ദീസ്. ഐ എന്നുള്ളത് ഇതേത് പ്രത്യേകിച്ച് കീവേഡ്സ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. ഒക്കെ ടെൻസ് ചർച്ച ചെയ്യാം. പ്രസൻറ്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ എന്ന് അറിയാൻ വയ്യ. പക്ഷേ ഓപ്ഷൻ 3 ഈസ്, ആം, ആർ നൺ ഓഫ് ദീസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ അയ്യോടൊപ്പം ആര് പാടില്ലടോ? ഈസ് പാടില്ല. അയ്യോടൊപ്പം ആരും പാടില്ലടോ? ആരും പാടില്ല. ഇനി നമുക്ക് ആരുണ്ട്? ഈ ആമുണ്ട്. ഐ ഡാഷ് എ ഡ്രൈവർ. എല്ലാവർക്കും ആൻസർ അറിയാം ആമാണെന്ന്. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഐ എ ഡ്രൈവർ എന്നുള്ളതിൻ്റെ അകത്ത് വേറെ വെർബ് ഒന്നുമില്ല. ക്ലിയർ ആണല്ലോ അല്ലേ? ഐ എ ഡ്രൈവർ എന്നുള്ളതിൽ വേറെ വെർബൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മളിവിടെ ആം എന്നുള്ളതിനെ മെയിൻ വെർബായിട്ടെടുത്തു. ആരായിട്ടെടുത്തു? മെയിൻ വെർബായിട്ടെടുത്തു. ഇത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? രണ്ടാമത്തേൽ ഐ ഡാഷ് ഡ്രൈവിംഗ് എ കാർ. ഈ ഡ്രൈവിങ് എന്നുള്ളത് എന്താടാ? ഡ്രൈവിങ് എന്നുള്ളത് ഒരു വെർബാണെന്ന് നമുക്കറിയാം. അങ്ങനെ ആ വെർബിനെ ഇവിടെ അയ്യോടൊപ്പം ആം വരികയുള്ളൂ എന്നും നമുക്കറിയാം. അതുകൊണ്ട് ഡ്രൈവിങ്ങിനോടൊപ്പം എന്തേ വരുള്ളൂ? ആം എന്നേ വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സെക്ഷൻ്റെ അകത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അധികം ഒന്നും പഠിച്ചില്ല. ഓക്സിലറി വെർബ് ക്ലിയർ ആണല്ലോ. ആരൊക്കെയാണ് 2 ഡിവൈഡ് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ. ഈ മോഡലിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ അടുത്ത LDCക്കും പ്രതീക്ഷിക്കാം. ഓക്കെ, എങ്കിൽ നമുക്കിനിയും ഇതിൻ്റെ ഡു ഫാമിലിയിലോട്ട് കിടക്കാം. ഓക്കെ.